2024 ഗിരീഷ് എ.ഡി. സംവിധാനം ചെയ്ത കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് പ്രേമലു. സിനിമ തുടങ്ങുന്നത് 2022 സേലം എന്ന സ്ഥലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഫെയർവെൽഡേ സെലിബ്രേഷനിൽ ഒരു പയ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കുറച്ച് ക്രഞ്ചിയാണെങ്കിലും എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന്റെ പേര് ജെയിൻ. അവനൊരു മലയാളിയായിരുന്നു. അവൻ ഇതുപോലെ മൈക്കിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ അവരോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ 2 ടീമുണ്ട്. ഒരു ടീം എൻ്റെ ട്രൂ ഫ്രണ്ട്സ്, മറ്റേ ടീം അവരിപ്പോൾ ഇവിടെയില്ല, അവർ പുറത്ത് പോയി മദ്യം വാങ്ങിക്കാൻ പോയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ സച്ചിനും അവരുടെ ഫ്രണ്ട്സും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. സച്ചിനെ നോക്കിയായിരുന്നു ജെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ സച്ചിന്റെ ശ്രദ്ധ മുഴുവനും അവരുടെ സഹപാഠിയായ അഞ്ജലി എന്ന പെൺകുട്ടിയുടെ നേരെയായിരുന്നു. അവൻക്ക് ആ അഞ്ജലിയോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. അത് ഈ ദിവസം അവളോട് പറയണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ ജെയിൻ പറയുന്നത് കേട്ടിട്ട് സച്ചിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു തമിഴ് ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ നമുക്ക് അവൻക്കിട്ടൊന്ന് കൊടുത്താല്, അവൻ്റെ ഈ സംസാരം കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, നമുക്ക് ആ ധൈര്യം ഇപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയാൽ നമുക്ക് ആ ധൈര്യം ഉണ്ടായില്ല, അപ്പോൾ അവന്മാരൊക്കെ കൂടി നമ്മളിട്ട് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജെയിൻ അവൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഭയങ്കര സെൻറ്റി അടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി സച്ചിനും അവൻ്റെ ഫ്രണ്ട്സും കൂടി അവനെ നന്നായിട്ട് കൂക്കി വിളിക്കുന്നുണ്ട്. എന്നാൽ ജെയിനാണെങ്കിൽ ഇവരുടെ കളിയാക്കലും കൂക്കി വിളിയും കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഇവരെ തല്ലാൻ വേണ്ടിയിട്ട് വരികയാണ് ഇവരുടെ അടുത്തേക്ക്. അപ്പോൾ സച്ചിന് ക്രഷ് തോന്നിയ അഞ്ജലി പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ വന്നിട്ട് ജെയിനെ അവരുടെ അടുത്ത് നിന്നും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ജെയിനുണ്ടല്ലോ എല്ലാവരുടെ ഇടയിൽ നിന്നും ഷോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കണ്ടിട്ട് സച്ചിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കും അവരുടെ കൂടെ പോയിക്കാണ്ട് കുറച്ച് സെൻറ്റി അടിച്ചാലോ എന്നൊക്കെ. അപ്പോൾ ആ സച്ചിൻ്റെ ആ തമിഴ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ സച്ചിനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്തായാലും അഞ്ജലിയെ പ്രപ്പോസ് ചെയ്യണമെന്ന്. അവൻ അതിന് വേണ്ടിയിട്ടായിരുന്നു കാര്യമായിട്ട് മദ്യപിച്ച് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മലയാളി പയ്യൻ പറയുന്നുണ്ടായിരുന്നു, നീ ഇവൻ്റെ ബാക്കി കേട്ടൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ. അപ്പോൾ തന്നെ സച്ചിൻ പറയുന്നുണ്ടായിരുന്നു, ഞാനിത് പിന്നെ പറയാമെന്ന് വെച്ച് ഇപ്പോൾ 4 കൊല്ലമാണ് കഴിയുന്നത്, ഇന്ന് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിൻ അഞ്ജലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവളൊരു മരച്ചുവട്ടിലായിരുന്നു ഇരുന്നിരുന്നത്. അവളുടെ അടുത്തെത്തി അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ UK പോവുകയാണ് എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അവൻ ചെറുതായിട്ട് പേടിക്കണമൊക്കെ ഉണ്ട്. അതേ സമയത്ത് തന്നെ ജെയിംസ് കുറച്ച് കുട്ടികളെയും കൂട്ടിക്കാണ്ട് ഓടി വരുന്നുണ്ട്. അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവനെന്തോ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓനെ ഓടി വരുന്നത്. ഇവരുടെ അടുത്തെത്തിയപ്പോൾ കമോൺ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടി പോവാണ്. അപ്പോൾ അവരുടെ വരവ് കണ്ടിട്ട് സച്ചിൻ ഒന്നും കൂടി പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, എത്ര ഇവർക്കൊക്കെ വട്ടായി, ഇവരൊക്കെ എങ്ങോട്ടേ ഓടുന്നത് എന്ന്. അപ്പോൾ അവൾ പറയുന്നത്, നമ്മുടെ കോളേജിലെ സീക്രട്ട് ചേമ്പറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്, അവരെ തുറക്കാൻ പോവുകയാണെന്ന്. ഓടി പോകുന്നത് കണ്ടിട്ട് ഇവനൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവിടെ ആ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന് അവളൊന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അഞ്ജലി അവനോട് ചോദിക്കുന്നത്, സച്ചിൻ നന്നായിട്ട് കുടിച്ചിട്ടില്ലേ, എനിക്ക് കുടിക്കാതെ ഒന്നും എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. മാത്രമല്ല ഞാനും ജെയിംസും തമ്മിൽ റിലേഷനിലാണ്, അത് നിനക്കറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, നിനക്കറിയില്ല എന്നും അവനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവനക്ക് നന്നായിട്ട് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ആ സീക്രട്ട് ചേമ്പറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവൾ പോകുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കുകയാണ്. സമയത്ത് അവൻ കള്ള് കുടിച്ചതിൻ്റെ എഫക്റ്റായിട്ട് അവനൊന്ന് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിൻ്റെ വീടാണ്. അവൻ്റെ വീട്ടിൽ അവനും അവൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയുമാണ് ഉള്ളത്. അവൻ്റെ ചേച്ചിൻ്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്. അവൻ്റെ അമ്മയും അച്ഛനും മിണ്ടിയിട്ട് തന്നെ ഒരു വർഷത്തിലധികമായി. അവർക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർ സച്ചിനോടാണ് പറയുന്നത്. സച്ചിനാണ് 2 പേർക്കും ഇടയിൽ നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ സച്ചിൻ്റെ അച്ഛനും അമ്മയും വേറെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അപ്പോഴോട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് വേണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് കാശ് നീ എൻ്റെ അമ്മയോട് ചോദിക്ക്, അമ്മയുടെ പേരിലുള്ള സ്ഥലം വെച്ചിട്ട് ആ കാശ് കൊണ്ട് നീ പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന അവൻ്റെ അമ്മയും അച്ഛനും കൂടി ചെറിയൊരു വഴക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും വഴക്കുണ്ടാക്കാതിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛന് സ്വന്തമായിട്ടൊരു ബേക്കറി ഷോപ്പ് ഉണ്ട്. അവിടെ ചെറിയ കേക്കുകളും മറ്റും ഡെലിവറി ആയി കൊടുക്കേണ്ടി വരുന്ന അവസരത്തിൽ അവനാണ് ഡെലിവറി കൊടുക്കാറുള്ളത്. എന്നാൽ അവൻ ഡെലിവറി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ്റെ വിസൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവൻ്റെ കൂടെ തന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും കൂടി UK പോകാൻ നോക്കുന്നുണ്ട്. അവർ 2 പേരും കൂടിയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ അവൻ അഞ്ജലിയെ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ സച്ചിൻ്റെ ഫ്രണ്ടിനൊരു കുറവ് വരികയാണ്. എന്നിട്ട് അവർ 2 പേരും കൂടി അതൊന്നിച്ച് പോയി വാങ്ങിക്കുമ്പോൾ ഇവിടെ പാസ്പോർട്ടും വിസയും ആയിരുന്നു. സച്ചിന് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വിസ കിട്ടിയിട്ടില്ല. എന്നാൽ അവൻ്റെ ഫ്രണ്ടിന് പാസ്പോർട്ടും വിസയും കിട്ടിയിട്ടുണ്ട്. അവൻ്റെ വിസ ശരിയാവാത്ത എന്തോ ഫണ്ട് റെഡിയാവാത്തത് കൊണ്ടായിരുന്നു. അവനങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുകയാണ്. എനിക്കിനി അടുത്ത വിസ കൊടുക്കാൻ ഇനി ഒരു 6 മാസത്തിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നത്, നീ വേഗം കടയിലോട്ട് വാ, ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഡെലിവറി ഉണ്ടാക്കി കൊടുക്കാൻ വരണം എന്ന് പറഞ്ഞ് അവൻ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ ആ അഡ്രസ്സിലോട്ട് പോയി കേക്ക് കൊടുക്കുമ്പോഴാണ് അവിടെ അവൻ്റെ ഒരു പഴയ ഫ്രണ്ട് അമലിനെ കാണുന്നത്. അവർ 2 പേരും കുറേ കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അമലിൻ്റെ ചേച്ചീൻ്റെ മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അവിടെ നടക്കുന്നത്.
അതുകൊണ്ട് അമല് അവനെ ഒരുപാട് നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട് അകത്തോട്ട് വരാൻ. പക്ഷെ അവന് വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവനെ അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവനെ അവൻ്റെ ചേച്ചിയെയും അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി മുകളിലോട്ട് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അമല് സച്ചിൻ്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് നിനക്കത് പറ്റി എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ യു കെക്ക് പോകണ വിസ ക്യാൻസലായി എന്ന് പറയുന്നു. 6 മാസം കഴിയാതെ എനിക്ക് ഇനി അടുത്ത അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട്. അപ്പോൾ അമല് അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് തമിഴ്നാട്ടിൽ പോയി പഠിച്ചത്, എനിക്ക് എൻ്റെ കൂടെ നിന്നാൽ പോരായെന്ന് അമൽ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് അതിനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ സച്ചിനും അവനോട് പറയുന്നുണ്ട്. അവിടെ പോയപ്പോൾ ഇവിടത്തേക്കാളും വലിയ കഷ്ടമായിരുന്നു. എനിക്ക് അവിടെ ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തിനും പോസിറ്റീവ് പറയുന്ന ഒരുത്തൻ അവളെയും കൊണ്ട് പോയി എന്ന് അവൻ സങ്കടത്തോടെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവളുടെ ചിരിയാണ് വരുന്നത്. പക്ഷെ അവൻ ചിരിച്ചത് കണ്ടിട്ട് സച്ചിന് സങ്കടം വരുമ്പോൾ അവൻ അപ്പം തന്നെ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവനോട് സച്ചിൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ പരിപാടി എന്താന്നൊക്കെ. അപ്പോൾ അമൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാലും നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ട് MTക്ക് ഗൂഗിളിലോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് സച്ചിൻ ചോദിക്കുമ്പോൾ അമൽ കുറച്ച് നാളത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ഗേൾഫ്രണ്ട് അവിടെയാണ്, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി അവൾ നിർബന്ധിക്കുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, നീയൊക്കെ വല്ലാതെ വളർന്നിടാ അമൽ ഡേവിൾസ് എന്ന്, ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയാണ്, അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്ന് പറയുമ്പോൾ അമല് അവനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് UK ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം, ഇപ്പോൾ നാട്ടുകാർ വരെ ചോദിക്കാൻ തുടങ്ങിയിരിക്കും, നീ ഇപ്പം പോകുന്നില്ലേ എന്ന്, എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ട്, നിൻ്റെ കയ്യിൽ പുറത്ത് വല്ല പരിപാടിയും കിട്ടുമെന്ന് നീ നോക്കുമോ എന്ന് അമലിനോട് ചോദിക്കുമ്പോൾ അമൽ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ, ഞാൻ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ വാച്ചിലോട്ട് നോക്കിയിട്ട് എനിക്ക് ഇനിയും പാർസൽ കൊടുക്കാനുണ്ട്, ഞാൻ വേഗം പോകുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ധൃതി പിടിച്ച് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ സച്ചിൻ അവൻ്റെ അച്ഛൻ്റെ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അമൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് സച്ചിൻ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് ഒന്നുകൂടെ, മാത്രമല്ല എനിക്ക് UK പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗേറ്റ് കോച്ചിങ്ങിൻ്റെ സ്ക്രോൾ വെച്ച് എനിക്ക് വേറെ വല്ല പരിപാടിയും നോക്കാമല്ലോ എന്ന് പറയുമ്പോൾ സച്ചിൻ ഇങ്ങനെ മടിച്ച് നിന്നിട്ട് നീ എവിടെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഹൈദരാബാദിലാണ് പഠിക്കാൻ പോകുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ അവനിക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. അവനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്നാൽ മതി എന്നായിരുന്നു. ഹൈദരാബാദിലേക്ക് പോയിട്ടാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ ആകും. പിന്നീട് കാണിക്കുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ ഒരു IT കമ്പനിയിലേക്ക് ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി വരികയാണ്. റീനു എന്നാണ് അവളുടെ പേര്. അവൾ ആദ്യമായിട്ടാണ് അവിടേക്ക് ജോലിക്ക് വരുന്നത്. അവൾ അവിടെ ഒരു ഡെവലപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചേർന്നിരിക്കുന്നത്. അവിടെ ആദ്യം എന്നൊരു പൊങ്ങച്ചക്കാരനായ സീനിയറാണ് ഡെവലപ്പർ. അങ്ങോട്ട് വന്ന സമയത്ത് കേക്ക് കട്ടേച്ച് അവിടെ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ നടത്തിയിരുന്നു ആദ്യം അവൾക്ക് വേണ്ടിയിട്ട്. ആദ്യക്കാണെങ്കിൽ അവളുടെ ചെറിയ ക്രഷും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം റീനു അവളുടെ സുഹൃത്ത് കാർത്തികയ്ക്കും പിന്നെ റൂംമേറ്റ് നിഹാരിക എന്നൊരു പെൺകുട്ടിയോടൊപ്പം അവൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു. നിഹാരിക എന്നൊരാൾ ന്യൂജൻ ജനറേഷനിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ സമയം തന്നെ സച്ചിനും അവൻ്റെ ഫ്രണ്ട് അമലും അവിടേക്ക് വരുന്നുണ്ട്. അവർ ചെറിയൊരു കുടിസ് റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവർ തന്നെ റൂമിൽ പാകം ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ റീനുവും അവളുടെ ഫ്രണ്ട്സുമാകട്ടെ അവർ അപ്പാർട്ട്മെൻറ്റിലേക്ക് വലിയ ഫാസ്റ്റ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ ആർഭാടമായിക്കാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ കാർത്തികയും റീനുവും നിഹാരികയും കൂടി അവരുടെ അപ്പാർട്ട്മെൻറ്റിലെ മുകളിലെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് ചെറിയ രീതിയിലൊരു പാർട്ടി വെക്കുകയാണ്. പാർട്ടി എന്ന് പറയാൻ മാത്രമല്ല, അവർ 3 പേര് ഇരുന്നുകൊണ്ട് ഒരു ചെറിയൊരു ബിയറും കുറച്ച് ഫുഡൊക്കെ വെച്ച് കഴിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള കാർത്തിക എൻഗേജ്ഡ് ആണ്. റീനു അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റീനു പറയുന്നുണ്ട്, എനിക്ക് നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് അവർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിഹാരിക ഒരു ബിയർ ബോട്ടിൽ എടുത്ത് കുടിച്ചിട്ട് കാലിയാക്കിയിട്ട് ആ ബോട്ടിൽ പുറത്തേക്ക് എറിയാൻ നിൽക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഈ ബോട്ടിൽ എറിയുമ്പോൾ ആരുടെയെങ്കിലും തലയിൽ ചെന്നിടിച്ചാൽ അവരായിരിക്കും നിന്നെ കെട്ടുന്നത് എന്ന്. അങ്ങനെ അവൾ ആ ബോട്ടിൽ താഴോട്ട് എറിയണം. അപ്പോൾ തന്നെ താടിയിൽ നിന്നൊരു വയസ്സായിട്ടുള്ള ഒരാൾ ഇവരെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വേഗം അവിടുന്ന് ഓടുകയാണ്. അവിടുന്ന് കൂട്ടത്തിൽ നിഹാരിക ചോദിക്കുന്നുണ്ട്, അവൾ കുറച്ച് മെച്ചേർഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന്. എന്നിട്ട് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അമലിനെയും സച്ചിനെയാണ്. അമലുടെ റൂമിലാകെ ഒരു കട്ടിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കട്ടിൽമേൽ അമലും അടിയിൽ പായ വിരിച്ചിട്ട് സച്ചിനുമാണ് കിടക്കുന്നത്. അമലിനാണെങ്കിൽ അവൻ്റെ ഗേൾഫ്രണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് അവർ രണ്ടുപേരും സംസാരിച്ചാണ് കിടക്കുന്നത്. താഴത്താണെങ്കിൽ സച്ചിൻ ഇതെല്ലാം കേട്ടിട്ട് അവനക്ക് ഉറങ്ങാൻ കഴിയാതെ അങ്ങനെ ഇറിറ്റേഷനിൽ കിടക്കുകയാണ്. അമലിന് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവന് കുറേ കട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അവൻ്റെ ഗേൾഫ്രണ്ട് സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് സച്ചിന് ദേഷ്യം വന്നിട്ട് സച്ചിന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം
സച്ചിൻ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ക്ലാസ് റൂമിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവൻ്റെ സാർ അവനെ വിളിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നിനക്ക് ഉറക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റുമോ എന്ന്, എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമലും സച്ചിനും കൂടി ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അവൻ്റെ സാറ് വരുന്നുണ്ട്. അവർ ക്ലാസ്സിൽ സ്റ്റുഡൻസും സാറും ആണെങ്കിൽ പുറത്ത് ഭയങ്കര ഫ്രണ്ട്സ് പോലെയായിരുന്നു. സച്ചിൻ സാറിനോട് പറയുന്നുണ്ട്, സാറേ എനിക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഇത് നിർത്തി പോവുകയാണെന്ന് പറയുമ്പോൾ, നല്ല തീരുമാനം, എന്നെ കൊണ്ടൊന്നും ഇത് പഠിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാമെന്ന് സാറ് പറയുന്നുണ്ട്. ഇനി എൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, നിങ്ങൾ രണ്ടുപേരും എന്തായാലും വരണമെന്ന്, ആന്ധ്രയിലാണ് കല്യാണമെന്നും സാർ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് പോവാമെന്ന്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ കസിൻ്റെ വണ്ടിയും കൂടി എടുത്തിട്ട് അതിൽ പോകാം, അതായത് ബസ്സിലൊന്നും പോകാൻ കഴിയില്ല എന്ന് അമലും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് റീനുവിൻ്റെ ഓഫീസാണ്. അവളും അവളുടെ ടീമിലുള്ള മെമ്പേഴ്സും കൂടി ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിമിൽ അവളുടെ ടീമിലുള്ള ഓരോരുത്തരും അവൾക്ക് ആരാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ തമാശയായിട്ട് അവൾ പറയുന്നുണ്ട് ആദ്യം അവളുടെ ബോയ് ഫ്രണ്ടാണ് എന്ന്. അപ്പോഴാണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ടീമിലുള്ള ഒരാൾ അവനോട് പറയുന്നുണ്ട്, റീനുവിന് നീ അവളുടെ ബോയ് ഫ്രണ്ടാണ് എന്ന്. അത് കേൾക്കുമ്പോൾ അവന് ഇങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വഴക്ക് പറഞ്ഞിട്ട് അവൻ ടോയ്ലറ്റിൽ പോവുകയാണ്. ടോയ്ലറ്റിൽ പോയിട്ട് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് ചാടി കളിക്കുകയാണ്. എന്നിട്ട് അവൻ തിരിച്ച് വന്നിട്ട് ഇവരോട് പറയാണ്, അടുത്ത ആഴ്ച നമ്മുടെ ടീമിലുള്ള ശ്രാവണിയുടെ കല്യാണമാണ്, അതുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം അവളുടെ കല്യാണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, മാത്രമല്ല നമ്മളുടെ കൂട്ടത്തിൽ ആരൊക്കെ പോകുന്നുണ്ടെന്ന് പറയുമാണ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനാണെന്ന് ആദ്യം അവരോട് പറയുന്നുണ്ട്. പിന്നീട് റീനുവും അവരുടെ ടീമും കൂടി കല്യാണത്തിന് പോകുന്നതാണ് കാണിക്കുന്നത്. അവനെ കണ്ടാൽ തന്നെ കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത്. പിന്നീട് അവരവിടെ എത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശ്രാവണിയുടെ ഫാമിലിയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അതിലൊരു അമ്മാവനെയും കൂട്ടിയിട്ട് ആദ്യം പുറത്തോട്ട് വന്ന് സംസാരിക്കുകയാണ്. അവരുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു വലിയൊരു പ്രതിമയുണ്ട്. അപ്പോൾ ആദ്യം അയാളോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്, ഈ പ്രതിമ ആരാണ്, ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആരാണ് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ നന്നായിട്ട് പരിപാലിച്ച് പോരുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ അമലും സച്ചിനും കൂടി അവരുടെ കസിൻ്റെ കാറിൽ വരുവാണ്. ആ കാറിന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ വിളിച്ചു കൂവി ഇതിന് ബ്രേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ വരുവാണ്. ആ വണ്ടി നേരെ വന്ന് ഇടിച്ചത് ആ പ്രതിമയിലും. അതിന് നേരെ മുമ്പിലുണ്ടായിരുന്ന ആദ്യയുടെ ദേഹത്തോട്ട് തട്ടില്ല എന്ന മട്ടിലാണ് ആ പ്രതിമ വീണത്. അപ്പോഴാണ് സച്ചിനെയും അവൻ്റെ ഫ്രണ്ടിനെയും ശരിക്കും കാണിക്കുന്നത്. അവരുടെ അക്കാദമിയിൽ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവരുടെ ഈ ശ്രാവണിയായിരുന്നു. അവർ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിയ വെച്ച് സച്ചിനും അമലും കൂടി വണ്ടിയിൽ പേടിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ചീത്ത പറയണം. അവർ മലയാളിയാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ ഒന്നും കൂടി ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ശ്രാവണിയുടെ അച്ഛൻ വന്നിട്ട് പ്രശ്നം ഒന്നും കൂടി വഷളാവുകയാണ് ചെയ്യുന്നത്. അവരെ പോലീസിൽ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ കല്യാണം കൂടാൻ വന്ന ആളുകളാണ്, നമ്മുടെ പയ്യൻ്റെ സുഹൃത്തുക്കൾ കൂടി ആയതുകൊണ്ട് നമുക്ക് ഇവരെ പോലീസിൽ ഏൽപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ പ്രശ്നമില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റീനുവും കാർത്തികയും ഒക്കെ വരുന്നത്. എന്താണ് പ്രശ്നമെന്ന് ആദ്യയോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഇവരെന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന്. പക്ഷേ റീനുവിനെ കണ്ടപ്പോഴേക്ക് സച്ചിൻ്റെ പകുതി കാറ്റിപ്പോയ പോലെയായിരുന്നു. അവളെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അവനക്ക് അവളോട് ക്രഷ് തോന്നിയിരുന്നു. എന്നിട്ട് അവന് അവളെ കിളിപ്പാറയെ പോലെ ഇങ്ങനെ നോക്കണം. അപ്പോൾ അവനോട് ചൂടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എവിടെ നോക്കിയായിരുന്നു നിങ്ങൾ വണ്ടി ഓടിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു വെളിവില്ലാതെയാണ് അവൾക്ക് അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുക്കുന്നത്. ലാസ്റ്റ് റീനു പറയുന്നുണ്ട്, നീ ഇവരൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആദ്യം അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ഇവനെ ഏതോ ലോകത്തുനിന്ന് പോലെ കാണുകയാണ്. വരേക്കുമാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടനെ വരാം.